അല്പം ദീർഘമായൊരു പ്രശ്നം ഈ ചോദ്യത്തിൽ ഉന്നയിക്കുന്നുണ്ട്. പീസ് റേഡിയോ ലൈവ് കൗൺസിലിംഗ് സ്ഥിരമായി കേൾക്കുന്ന സഹോദരിയാണ്. 25 വർഷത്തിലേറെയായി വിവാഹം കഴിഞ്ഞിട്ട് മക്കളുണ്ട്. ഭർത്താവ് ദീനീ ആദർശം സ്വീകരിച്ച് ജീവിക്കുന്നയാളാണ്. എന്നാൽ ഭർത്താവിന് വിവാഹം കഴിഞ്ഞതു മുതൽ എന്നോടും ഭർത്താവിൻ്റെ കുടുംബക്കാരോടും ആവശ്യമില്ലാതെ ദേഷ്യം കാണിക്കുന്ന സ്വഭാവമാണ്. വിവാഹം കഴിഞ്ഞ അന്ന് മുതലേ ഞാനിത് ശ്രദ്ധിക്കുകയാണ്. സിഗരറ്റ് വലിക്കുന്ന ദുസ്വഭാവമുണ്ട്. അതിനുപദേശിച്ചാൽ എന്നെയും മക്കളെയും ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. ചെറിയ കാര്യങ്ങൾക്ക് പോലും മക്കളെ അടിക്കുക. അങ്ങനെ കുടുംബവുമായിട്ട് ജീവിക്കണ കാലം തന്നെ കുടുംബക്കാർക്കിടയിൽ വെച്ച് വഴക്ക് പറയാം. അവരെ വഴക്ക് പറഞ്ഞ് അവരെ വേദനിപ്പിക്കുമായിരുന്നു. ഇത് ഇംഗ്ലീഷും മലയാളമൊക്കെ കൂടി കൂട്ടി എഴുതിയതാണ്. അപ്പോൾ ചെറിയ അവ്യക്തതകളുണ്ട്, സംസാരിക്കും. അങ്ങനെ ഞാനും മക്കളും സഹിക്കുകയാണ്. മൂപ്പരെ എന്ത് തെറ്റ് ചെയ്താലും ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ എന്നെയും കുടുംബക്കാരെയും ചേർത്ത് വഴക്ക് പറയും. ഇടയ്ക്കിടയ്ക്ക് നീ വീട്ടിൽ നിന്ന് പൊയ്ക്കോ, എന്നെ നന്നാക്കാൻ നോക്കണ്ട, ഞാൻ നന്നാവില്ല എന്നൊക്കെയാണ് സംസാരങ്ങൾ പറയാം. ഇപ്പോൾ സിഗരറ്റ് സ്മെൽ കാരണത്താൽ 3 മാസത്തോളം സെപ്പറേറ്റ് ആയിട്ടാണ് ഞങ്ങൾ കിടക്കാറ്. ഇത്രയും കാലം വലി നിർത്തി പറഞ്ഞു സത്യം ചെയ്തിട്ടും 2 മാസം കഴിഞ്ഞിട്ടൊക്കെ വീണ്ടും സിഗരറ്റ് വലി തുടങ്ങി. എനിക്കെങ്ങനെയാണ് എൻ്റെ പ്രശ്നങ്ങൾ പറയുക എന്നറിയില്ല. ഒരു ഭാര്യ എന്ന നിലക്ക് ഭർത്താവിന് കൊടുക്കേണ്ട പരിഗണന ഭർത്താവ് കൊടുക്കേണ്ട പരിഗണന അവരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നില്ല. എന്നാൽ ഒരു ഭാര്യ എന്ന നിലക്ക് ഞാൻ എൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അള്ളാഹുവിൽ ഭയന്ന് ഞാൻ നിറവേറ്റുന്നുണ്ട്. എന്നെങ്കിലും നന്നാവും, ഈ സ്വഭാവങ്ങളൊക്കെ മാറും എന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ മൂപ്പരുടെ കൂടെ എത്ര കാലവും ജീവിക്കുന്നത്. ഇതുവരെ മൂപ്പര സ്വഭാവത്തിനൊരു മാറ്റവും വന്നിട്ടില്ല. ഇപ്പോൾ മക്കൾ വീട്ടിൽ വന്നാൽ പോലും അവരും അസ്വസ്ഥരാണ്. ഇനി എന്താ ചെയ്യുക? എങ്ങനെയാണ് മൂപ്പരുടെ കൂടെ ജീവിച്ചു പോവുക എന്ന് ചിന്തിച്ചൊരു വഴിയും ഇല്ലാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചോദ്യം അയക്കാൻ കാരണം. ഇതിൽ പറഞ്ഞതല്ലാത്ത മൂപ്പരുടെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ നടന്നു പോയിട്ടുണ്ട്. അതൊന്നും വിശദീകരിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് ഒരു സൊല്യൂഷൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് മുഴുവനായിട്ട് ഇപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഒരു ദീനി ചിട്ട ശരിയായി അദ്ദേഹം പാലിക്കുന്നില്ല എന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൻ്റെ എല്ലാ കാരണങ്ങളും കൂടെ വിശകലനം ചെയ്താൽ അത് എവിടെ എത്തില്ല. കാരണം അവർക്ക് തന്നെ എത്രയോ പറയാനുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാൾക്കൊരു വയറിനൊരു തകരാറ് സംഭവിച്ചാൽ ഒരു പക്ഷേ അയാൾക്കൊരു തലവേദന ഉണ്ടാവാം, അയാൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകാം, ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവാം, കാലുവേദന ഉണ്ടാകാം, ശരീരത്തിൽ അവിടെ എവിടെയെങ്കിലുമൊക്കെ എല്ലാം വയറിൻ്റെ ഒരു പ്രശ്നത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് എന്ന രൂപത്തിൽ. എന്താ വെച്ചാൽ ദീന് ശരിയായി ഉൾക്കൊള്ളാത്ത വ്യക്തികളിൽ നിന്ന് മാത്രമേ ഈ പറഞ്ഞ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് മതപരമായ ഒരു ചേഞ്ച് അദ്ദേഹത്തിന് ഉണ്ടാവുക എന്നത് മാത്രമേ പരിഹാരമുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പുകവലിക്കുക എന്നുള്ളത് തികച്ചും നിഷിദ്ധമായൊരു പ്രവൃത്തി തന്നെയാണ്. കാരണം യാതൊരു വിധത്തിലും ഒരു ഗുണമില്ലാത്ത ഒരു സംഗതി ചെയ്യാൻ വിശ്വാസിക്ക് അനുവദിയില്ല. മാത്രമല്ല ദോഷകരമായതു മാത്രമാണ്. നല്ലതേ അനുവദിച്ചിട്ടുള്ളൂ എന്ന് ഖുർആൻ വ്യക്തമായിട്ട് പറയുമ്പോൾ ഒരു നന്മയും ഇല്ലാത്ത പുകവലി ഹറാം എന്ന നിലക്കാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഒരു വിശ്വാസമുള്ള ഒരാൾ ചെയ്യുമോ? മാത്രമല്ല അതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് കൂടെ കിടക്കാനോ സഹവസിക്കാനോ പറ്റില്ലെന്നൊരു ഭാര്യ പറയുമ്പോൾ എത്ര വലിയൊരു പരീക്ഷനാണ്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ഭാര്യയോടുള്ള പെരുമാറ്റം ആഷിറൂഹിൻ്റെ ബിൽ മാറൂഫാണ്. നല്ല നിലയ്ക്ക് ഭാര്യമാരുടെ പെരുമാറുന്നത് ഖുർആൻ്റെ ഒരു ആജ്ഞയാണ്, കൽപ്പനയാണ്. ആളുകളുടെ മുന്നിലൊക്കെ വെച്ചിട്ട് പരസ്യമായിട്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഓരോ കാര്യം പരിശോധിച്ചാലും അതൊക്കെ മതപരമായ ചിട്ടയില്ലായ്മയിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് പറയാനുള്ളത് മാനസികമായൊരു മാറ്റം ദീനിയായിട്ട് അദ്ദേഹത്തിനുണ്ടാവണം. എങ്കിൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാവും. അതില്ലാതെ ഓരോ പ്രശ്നങ്ങൾ ഇതിൽ നിന്ന് പരിഹരിക്കുക എന്നുള്ളത് എന്തല്ല, സാധ്യമല്ല. അപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത്, ഇപ്പോൾ സാധാരണ അദ്ദേഹത്തോട് ഭാര്യ ഉപദേശിക്കുമ്പോൾ അയാൾക്കത് ഭയങ്കരമായ ചിലപ്പോൾ ഒരു വാശി കൂടി ചിലപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവും. ഇവിടെയൊക്കെ കുറഞ്ഞ സമ്മർദ്ദം ചെലുത്തുമ്പോൾ കുറച്ചൊക്കെ അയാൾ വഴങ്ങുന്നുണ്ടെന്നാണ് നമുക്കതിന് മനസ്സിലാവുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മാറ്റം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളോ അദ്ദേഹത്തെ ഉപദേശിക്കാൻ അർഹതപ്പെട്ട ആളുകളോ മുതിർന്ന ആളുകളോ പണ്ഡിതന്മാരോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഒരു നല്ല ജീവിതത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരാനും നല്ല സ്പീച്ചുകൾ കേട്ട് നല്ല സാഹചര്യങ്ങളിലേക്കൊക്കെ വന്നിട്ട് എന്ത് ചെയ്യണം, അദ്ദേഹത്തെ മാറ്റിയെടുക്കാനുള്ള ഒരു ക്രമപ്രബുദ്ധമായ ഒരു സാവകാശത്തിലുള്ളൊരു ശ്രമം നടത്തി എങ്കിൽ കുറച്ചുകൂടി ഏജൊക്കെ കൂടുമ്പോൾ കുറച്ചുകൂടി മാറാനുള്ളൊരു മനസ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നു അത്തരത്തിലൊരു പരിശ്രമം നടത്തി അദ്ദേഹത്തിനൊരു പൊതുവായ മാറ്റം മുഴുവനായി വരുമ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നാണ് ഞാൻ മനസ്സിലാവുന്നത്. മക്കളൊക്കെ മുതിർന്നു വരുമ്പോൾ അവരെയും കൂടെയൊക്കെ സഹകരിപ്പിച്ചിട്ട് ഒരു ശ്രമം നടത്തിയാൽ സ്വാഭാവികമായും മാറ്റം ഉണ്ടാവും. അങ്ങനെ ഒരു നല്ല മാറ്റമുണ്ടായി അവർക്കൊരു നല്ല ജീവിതം ലഭിക്കട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാം. ഈ സിഗരറ്റ് വലിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ അസ്വസ്ഥത എത്രമാത്രം ഉണ്ടാവും എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് ഉണ്ടാവുന്ന അസ്വസ്ഥത മനസ്സിലാകാത്തതുകൊണ്ടാണെന്നറിയില്ല.
ഇപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ ഒരു കടയിൽ കയറിയാൽ മിക്കവാറും ചായ കുടിക്കുന്ന കടയിലൊക്കെ ആളുകൾ അവിടെ നിന്ന് വലിക്കുണ്ടാവും. അപ്പോൾ നമ്മൾ കുട്ടികളായിട്ടായിരിക്കും ചിലപ്പോൾ ചായ കുടിക്കാൻ പോവുക. ഭയങ്കര പ്രയാസമാണ് കുട്ടികൾക്ക്. ഇത് അസ്വസ്ഥത അപ്പോൾ ചുമ വരിക, നമുക്ക് തന്നെ ശ്വാസം മുട്ടുന്ന അവസ്ഥ ഉണ്ടാവുക. ഇപ്പോൾ ബസ്സിൽ പോകുമ്പോൾ ട്രെയിനിൽ പോകുമ്പോഴൊക്കെ ആ ബാത്റൂമിൻ്റെ സൈഡിൽ നിന്ന് വലിക്കുന്ന ആളുകളുണ്ട്. വലിയ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ ടാക്സി ഡ്രൈവർമാർ വലിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുക. അവർക്ക് ഒരു യാത്ര ചെയ്യാൻ തന്നെ കഴിയില്ല വണ്ടിയിൽ. സിഗരറ്റ് വലിച്ചിട്ട് ഓടിച്ചൊരു വണ്ടി അത് നമ്മൾ വാടകയ്ക്കെടുത്ത് പോകുകയാണെങ്കിൽ അതിൻ്റെ മുകളിലുള്ള മണം പോലും അസ്വസ്ഥത ഉള്ള ആളുകളുണ്ട്. ആ ആളുകളൊപ്പമാണ് ഇത് കിടന്നുറങ്ങണം എന്ന അവസ്ഥ പറയുന്നത്. എന്തായാലും വലിയ പ്രയാസം തന്നെയാണ്. അദ്ദേഹം അത് തിരിച്ചറിഞ്ഞ് മാറ്റണം എന്നാണ് നമ്മൾ